ഇന്നൊരു കോട്ടയം സ്റ്റൈൽ മീൻകറി ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. 700 ഗ്രാം മോദയാണ് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. 12 ഗ്രാം കുടംപുളി ചെറു ചൂടുവെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഉലുവ, 1 ടേബിൾ സ്പൂൺ കടുക്. ഇത്രയൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം മാത്രം കുക്കിങ്ങിലോട്ട് കടക്കാം. ചട്ടി ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുന്ന സമയത്ത് 4 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയാണ് കറിക്ക് സ്വാദ് കൂട്ടുന്നത്. ഈ ഒരു എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഉലുവയും കടുകും കൂടി ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഈ ഒരു കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചേർത്ത് കഴിഞ്ഞ് ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്ന സമയത്ത് മാത്രം നമ്മുടെ ചെറുള്ളി ചേർത്ത് കൊടുക്കുക. കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. വേണം ഈ ഒരു സ്റ്റേജിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പറയാൻ പോകുന്നത് ഓപ്ഷണലാണ്. ചിലർ ചേർക്കും, ചിലർ ചേർക്കത്തില്ല. ഇവിടെ നമ്മൾ ചേർക്കാറുണ്ട്. തക്കാളി ഒന്നെങ്കിൽ അരച്ച് ചേർക്കുക, അല്ലെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്ത് ചേർക്കുക. പിന്നെ ഇനി അടുത്ത ഐറ്റമും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ചെറിയൊരു കഷ്ണം കായം. വലിയ മീനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കായം ചേർക്കുന്നത് നല്ലതാണ്. ഇതെല്ലാം ഒന്ന് നല്ലപോലെ വഴണ്ടതിന് ശേഷം മാത്രം നമ്മുടെ മസാല ഐറ്റംസായ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂണാണ്. പിന്നെ 4 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം പുളിവെള്ളം ഉണ്ടല്ലോ അത് നമ്മുടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനനുസരിച്ച് ചാറ് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതനുസരിച്ച് വെള്ളം കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മളിവിടെ അത്യാവശ്യം നല്ല ചാറോട് കൂടിയാണ് കറി വെക്കാറ്. അപ്പോൾ ബാക്കിയും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്കിതൊരു തിളയ്ക്കുന്നിടം വരെ മൂടി വെക്കാം. ഇത് മൂടി വെച്ചതിന് ശേഷം തിളയായി കഴിഞ്ഞ് നമ്മളൊന്ന് തുറന്ന് നോക്കുന്ന സമയത്താണ് ഇതേപോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി മീനൊക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീൻ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ മീൻ ഇട്ടതിന് ശേഷം ഒരിക്കലും നമ്മൾ സ്പൂണും കൊണ്ട് ഇളക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞത് ഇളക്കുവാണെങ്കിൽ മീനൊക്കെ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതൊരു 15 മുതൽ 20 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. അതിനുശേഷം വാങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കരിയാപ്പിലയും വെളിച്ചെണ്ണയും കൂടി മണ്ടയ്ക്ക് തൂക്കിക്കൊടുക്കാം. അപ്പം കോട്ടയം സ്റ്റൈൽ മുളകിട്ട മീൻകറി ഇത്രയേ ഉള്ളൂ. ഒരിക്കലെങ്കിലും ചെയ്ത് നോക്കുക. നമ്മുടെ കപ്പ മീൻകറി കോംബോയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഈ ഒരു ഐറ്റം ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതേപോലെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലായ ടോസ് ബൈ സോജ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്ത് റെസിപ്പിയാണ് വേണ്ടതെന്നും കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും മീൻകറി ഉണ്ടാക്കി വെച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ മാറ്റി വെച്ചേക്കുക. അത് കഴിഞ്ഞിട്ട് മാത്രം യൂസ് ചെയ്യുക.